പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. യുവകലാ സാഹിതി പയ്യോളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്നു. ഉദ്ഘാടനം അയനിക്കാട് ചൊറിയൻചാലിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകൻ വടേക്കണ്ടി നാരായണൻ നിർവഹിച്ചു. യുവ കലാസാഹിതി സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പയ്യോളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു. വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം അയനിക്കാട് ചൊറിയൻചാലിൽ ആപ്പിൾ ചാമ്പക്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടേക്കണ്ടി നാരായണൻ നിർവഹിച്ചു. പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതാണെന്നും നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ സംരക്ഷിക്കാനുള്ള ശ്രദ്ധ കൂടെ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. യുവ കലാസാഹിതി മേഖലാ പ്രസിഡന്റ് CC ഗംഗാധരൻ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പുറമേരി മുഖ്യാതിഥിയായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപൻ കണിയാരിക്കൽ, മേഖലാ വൈസ് പ്രസിഡന്റ് K ശശിധരൻ, ഉത്തമൻ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രദീപൻ കണിയാരിക്കൽ പരിസ്ഥിതി കവിത ചൊല്ലി. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കും. ഇവയുടെ ഫോട്ടോകൾ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും നിശ്ചിത ഇടവേളകളിൽ വളർച്ച സൂചിപ്പിക്കുന്നതിന്റെ ഫോട്ടോകൾ പിന്നീട് പങ്കുവയ്ക്കുകയും ചെയ്യും. യുവ കലാസാഹിതി മേഖലാ കൺവെൻഷൻ ജൂലൈ 27-ന് മേരടി MLP സ്കൂളിൽ ചേരും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിറാക്കിൾ ഷെൽട്ടർ ഹോമിലെ ബാലൻ അച്ഛൻ നിര്യാതനായി. സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ നടന്നു. ഏറെ സന്തോഷത്തോടെയായിരുന്നു ബാലൻ മിറാക്കിൾ ഷെൽട്ടർ ഹോമിൽ കഴിഞ്ഞിരുന്നത്. ആരോടും പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു.